ഈ കാണുന്ന സ്മാർട്ട് ഫോണാണ് വിവോ X90 സീരീസിലുള്ള രണ്ടാമത്തെ സ്മാർട്ട് ഫോണായ വിവോയുടെ X90 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. ഇതിൻ്റെ ഒരു റെഡ് കളറാണ്. ആൻഡ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് വിവോയുടെ X90 Pro Plus ആണ്. നേരത്തെ കാണിച്ച X90 Proയുടെ ഒരു അൺബോക്സിങ്ങും ഡീറ്റെയിൽഡ് റിവ്യൂയും അതോടൊപ്പം തന്നെ ഒരു ക്യാമറ റിവ്യൂ വീഡിയോയും കൂടെ ഇന്ന് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. കാരണം നാളെ, അതായത് 26-ാം തീയതി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ലോഞ്ച് ഇവന്റ് നടക്കുന്നതാണ്. സോ അതിന് മുന്നേയായിട്ട് നമ്മൾ ഇതിൻ്റെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് ഒരു സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്തതിനു ശേഷം ഇതിൻ്റെ ഷോർട്ട് റിവ്യൂയിലേക്ക് കിടക്കാം. വീഡിയോ തുടങ്ങുന്നതിന് തന്നെ ഗെയിം കളിച്ചുകൊണ്ട് പൈസ സമ്പാദിക്കാൻ പറ്റിയ ഒരു കിടന്ന ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. റെമി നോബിൾ എന്നാണ് ഈ ഒരു ഗെയിമിൻ്റെ പേര്. ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു യൂസർ ഇൻ്റർഫേസ് ആണ്. ഇവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങളുടെ മെയിൽ, അങ്ങനത്തുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഹോം സ്ക്രീനിൽ തന്നെ ഒരുപാടധികം ബോണസും കാര്യങ്ങളും ആദ്യം തന്നെ നിങ്ങൾക്ക് ലഭിക്കും. എല്ലാ ദിവസവും ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി ബോണസ് കിട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ ഓൾഡ് മെമ്പർ ആണെങ്കിൽ അല്ലെങ്കിൽ ന്യൂ മെമ്പർ ആണെങ്കിൽ അതൊക്കെ കരുതിക്കൊണ്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ബോണസ് അങ്ങനത്തെ ഒരുപാടധികം ബോണസൊക്കെ ഈ ഒരു നോട്ടീസ് ബോർഡിൽ കാണാൻ പറ്റുന്നതാണ്. പിന്നെ റെമി അരീന കഴിഞ്ഞ് പോയി നമ്മുടെ FIFA 2020 സംബന്ധപ്പെട്ട് ഒരുപാടധികം റെഫർ ആൻഡ് ഓപ്ഷൻസും കാര്യങ്ങളും കൂടെ ഉണ്ട്. ഇത് റെഫർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പൈസ തന്നെ സമ്പാദിക്കാൻ പറ്റുന്നതാണ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഒരു മെയിൻ സെക്ഷൻ കാണാൻ പറ്റും. ഇവിടെയാണ് നിങ്ങൾക്ക് ഹോട്ട് നോട്ടീസും ബാക്കി മെയിലും കാര്യങ്ങളും വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരുപാടധികം ഗെയിംസ് ഉണ്ട്. ഇവിടെ ഞാൻ കളിക്കുന്ന ഗെയിം ഡ്രാഗൺ വേഴ്സസ് ടൈഗർ ആണ്. ഈ ഒരു ഗെയിമിൽ പ്രത്യേകം ചോദിച്ചു കഴിഞ്ഞാൽ ബെറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഗെയിം കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പൈസ ഇറക്കി നിങ്ങൾ കളിക്കേണ്ടി വരിക. സോ നിങ്ങളുടെ ഓൺ റിസ്കിൽ തന്നെ ഒരു ഗെയിം കളിക്കുക. അതോടൊപ്പം തന്നെ 18 വയസ്സ് കഴിഞ്ഞവരെ മാത്രം ഈ ഒരു ഗെയിം ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഈ ഒരു ഗെയിമിൻ്റെ അകത്തും കൂടെ കാണാനായിട്ട് പറ്റും നിങ്ങൾ എടുത്ത എമൗണ്ട് നിങ്ങളുടെ UPI അഡ്രസ്സിലോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ടോ ഇതേപോലെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യുന്നതാണ്. ഇന്ത്യയിൽ ഇപ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് വിഡ്രോ ചെയ്യാൻ പറ്റാത്തത്. സോ തീർച്ചയായിട്ടും കളിച്ച് നോക്കുക. ആൻഡ് ഇതാണ് നമ്മുടെ വിവോ X90 Pro Plusൻ്റെ ബോക്സിംഗ് പാക്കേജ് എന്ന് പറയുന്നത്. ഈ ഒരു സെയിം ബോക്സിംഗ് പാക്കേജ് ആയിരിക്കും നമുക്ക് ഇന്ത്യയിലോട്ട് വരാനായിട്ട് പോകുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്മാർട്ട് ഫോണാണ് ഫ്രണ്ടിലായിട്ട് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ടോപ്ഷനിലെടുത്ത് മാറ്റുന്ന സമയത്ത് നമ്മുടെ കേസ് കാണാനായിട്ട് പറ്റും. ഈ ഒരു കേസിന് വലിയൊരു പ്രത്യേകത ഉണ്ട്. അതായത് നമ്മുടെ ഈ ഒരു വിവോ X90 Pro Plusൻ്റെ ബാക്കിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ലെതറി ഫിനിഷാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഈ കാണുന്ന കേസിൽ അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കേസ് ഇട്ട് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്താലും ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ എക്സ്പീരിയൻസ് മാറ്റാതെ തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബോക്സിൻ്റെ നമുക്കൊരു 80 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 100% കയറാൻ ഏകദേശം 33 മിനിറ്റ് മാത്രമേ എടുക്കുകയുള്ളൂ. ഇനി നമുക്ക് നേരെ നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക് വരാം. അതായത് വിവോ X90 Pro Plusലേക്ക് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. ഈ ഒരു റാപ്പിങ്ങിൽ നിന്ന് ഈ ഒരു സ്മാർട്ട് ഫോൺ വെളിയിൽ എടുക്കുന്ന സമയത്ത് നല്ല കിടലൻ ലുക്കാണ് കിട്ടുന്നത്. ആൻഡ് നമ്മുടെ വിവോ X90 Proയേക്കാളും ഇവിടെ ഡിഫറൻസ് വരുന്നത് ഈ ഒരു ക്യാമറ സെക്ഷനിലാണ്. കാരണം ഇവിടുത്തെ ക്യാമറയുടെ ആ ഒരു സർക്കുലർ മോഡ്യൂൾ കുറച്ച് വലുതാണ്. ആൻഡ് ആ ഒരു ക്യാമറയ്ക്കകത്തുള്ള ഡിസൈനിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട്. നമുക്കിവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവുമായിരിക്കും. കാരണം ഈ ഒരു സ്മാർട്ട് ഫോൺ കുറച്ച് വലുതാണ്. അതോടൊപ്പം തന്നെ ആ ഒരു ക്യാമറയുടെ സർക്കുലറും വലുതാണ്. ഇനി നമ്മൾ ഷൗമിയുടെ തന്നെ ഷൗമി 13 Ultra ആയിട്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ക്യാമറയുടെ ആ ഒരു ലെൻസ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. കാരണം അതിൻ്റെ അകത്ത് നമുക്കൊരു ക്യാമറയുടെ ലെൻസ് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അത്രയും വലുതായിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു സെയിം ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു സർക്കുലർ ക്യാമറയാണ് ഇപ്പോഴത്തെ എല്ലാ സ്മാർട്ട് ഫോൺസും അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ OnePlus 11 സീരീസിലും ഈ ഒരു സെയിം സർക്കുലർ ക്യാമറ ഡിസൈൻ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഇതിൻ്റെ സൈഡ് ബൈ സൈഡ് ലുക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഒരു ലെതറി ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെയായിട്ട് നമുക്കൊരു മെറ്റാലിക് ഫിനിഷ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വിവോ ഇമാജിനേഷൻ എന്നൊക്കെ എഴുതിക്കൊണ്ട് ഒരു കിലോ ടെക്സ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. എക്സ്ട്രീം ഇമാജിനേഷൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം ഇവരുടെ ഈ ഒരു ക്യാമറ വെച്ച് നമുക്ക് നൈറ്റ് വീഡിയോഗ്രാഫി ഒക്കെ എടുക്കാൻ പറ്റുമെന്നാണ് ബ്രാൻഡ് അവകാശപ്പെടുന്നത്. എന്തായാലും നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെയായിട്ട് നമുക്കൊരു സിൽവർ കോട്ടിങ് കാണാനായിട്ട് പറ്റും. അതൊക്കെ നമുക്ക് അലൂമിനിയം ഫ്രെയിമാണ് കൊടുത്തിട്ടുള്ളത്. നല്ല കിടിലൊരു ഫ്രെയിം യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ഈ റൈറ്റ് ഭാഗത്തായിട്ട് സീസിൻ്റെ ബ്രാൻഡിങ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് ഈ ഒരു ക്യാമറയുടെ ലെൻസ് പവർ ചെയ്യുന്ന ബ്രാൻഡിങ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെയായിട്ട് എന്താ പറയുക, ഒരു ടെക്സ്ചർ കാര്യങ്ങളൊക്കെ നല്ല കിടിലൻ ടെക്സ്ചറാണ് കൊടുത്തിട്ടുള്ളത്. ലെതറി ഫിനിഷാണ്. കയ്യിലൊക്കെ വയ്ക്കുമ്പോൾ നല്ല സ്മൂത്ത്. ഞാൻ ഓൾറെഡി പറഞ്ഞു ആ ഒരു കേസിൽ കൊടുത്തിരിക്കുന്ന ആ സെയിം സ്മൂത്ത്നെസ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ നമുക്ക് മുകളിലായിട്ട് ഇവിടെ നമുക്കൊരു ഫ്ലാഷ് ലൈറ്റ് കാണാനായിട്ട് പറ്റും. ഇപ്രാവശ്യം ഈ ഒരു ക്യാമറയ്ക്കകത്തോ ക്യാമറ സൈഡിലോട്ടൊന്നും അല്ല, കുറച്ച് അല്പം ദൂരത്തോട്ടാണ് നമ്മുടെ ഒരു ഫ്ലാഷ് ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആൻഡ് ഇനി നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്ന വോയിസ് എന്ന് പറയുന്നത് ഇവരുടെ തന്നെ ഒറിജിനൽ വോയിസ് ആണ്. ചൈനയിൽ മാത്രമേ കിട്ടുകയുള്ളൂ. ഇന്ത്യയിൽ അല്ലെങ്കിൽ ഗ്ലോബലി വരുന്ന സമയത്ത് ഫൺ ടച്ച് വോയിസിൻ്റെ ആൻഡ്രോയിഡ് 13 ബേസ്ഡ് ആയിട്ടുള്ളൊരു വോയിസ് ആയിരിക്കും ഈ ഒരു ഫോണിൽ വരാൻ പോകുന്നത്. ആൻഡ് ഇതിൻ്റെ ക്യാമറ നോക്കുകയാണെങ്കിൽ 50 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ക്യാമറ, 64 മെഗാ പിക്സലിൻ്റെ ഒരു പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറ, 50 മെഗാ പിക്സലിൻ്റെ വേറൊരു ടെലിഫോട്ടോ ക്യാമറ, പിന്നെ ഒരു 48 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറ. ഇത്രയും ക്യാമറ ഉണ്ടായിട്ടും 8K to 30 FPS വരെയാണ് മാക്സിമം ഷൂട്ടിംഗ് വരുന്നത്. 60 FPS നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല. ബട്ട് നമുക്ക് 4K നമുക്ക് 60 FPSലും 30 FPSലും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നല്ലൊരു കിടിലൻ ക്യാമറയാണ് ബാക്കിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു അലൈൻമെൻറ്റും കാര്യങ്ങളും എല്ലാം കിടിലുമാണ്. 4 ക്യാമറാസും അത് 4 നല്ല രീതിയിൽ തന്നെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റും. ആൻഡ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ, അതായത് ഒരു ക്യാമറയുടെ വീഡിയോ ഒക്കെ നമ്മൾ പ്രത്യേകം ചെയ്യേണ്ടി വരും. കാരണം ഇതിൻ്റെയൊക്കെ ക്യാമറ എന്ന് പറയുന്നത്, കാരണം ഇത്രയും വില കൊടുത്ത് വാങ്ങുന്ന ഫോണിൻ്റെ ക്യാമറ എന്നൊക്കെ പറയുന്നത് കുറച്ച് ഡീറ്റെയിൽ നമ്മൾ നോക്കിയതിന് ശേഷം മാത്രമേ റിവ്യൂ ചെയ്യാവുള്ളൂ. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ പറയാൻ മറന്നുപോയി, 32 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല കിടിലൻ ഡിസ്പ്ലേ വരുന്നുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും, അതായത് ഇതിൻ്റെ കീ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് സെർച്ച് ചെയ്താലും കിട്ടും. സോ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, ഡിസ്പ്ലേയും കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിന്നെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ ഇന്ന് നമ്മുടെ ചാനലിൽ രാത്രി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ അവസാനം വരെ കണ്ടതിന് നന്ദി. ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കണ്ട. അതോടൊപ്പം തന്നെ എൻ്റെ ഈ ഒരു ചാനലിൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വീഡിയോ കണ്ടാൽ സൈനിങ് ഓഫ്. ബൈ.